വേണ്ട, അവരോട് നിന്നോട്ടെ, മാറ്റിക്കളയരുത്. മതി മതി, അങ്ങനെ ഇരുന്നോട്ട്. നമ്മൾ കാര്യപരിപാടികളിലേക്ക് കടക്കുകയാണ്. ഇവിടെ തൊപ്പിയെടുത്ത് മാറ്റണം. അന്യായമായ ഗ്യാസ് വില വർധനവിനെതിരെ 24 മണിക്കൂർ കടയെടുപ്പ് സമരവും ധരണയും അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. ഹോട്ടൽ, റെസ്റ്റോറന്റ്, കേറ്ററിംഗ് അടക്കമുള്ള ഭക്ഷ്യോൽപാദന മേഖല ഗുരുതര പ്രതിസന്ധിയിലായിരിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ യുദ്ധം ആരംഭിച്ചപ്പോൾ തന്നെ ഈ മേഖലയ്ക്ക് ഗ്യാസ് വിതരണം ചുരുക്കി ഈ മേഖലയെ വരിഞ്ഞു മുറുക്കി. തുടർന്ന് 993 രൂപ, 1000 രൂപയ്ക്ക് വെറും 7 രൂപ കുറവ് ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ചുകൊണ്ട് നമുക്ക് മെയ് ദിനത്തിന് സമ്മാനമായി സർക്കാർ നൽകിയത് അതാണ്. ഒരു സിലിണ്ടറിൽ ഇതിന് 1000-നടുപ്പിച്ച് വിലയാണ് ഒറ്റ രാത്രി കൊണ്ട് വില വർദ്ധിപ്പിച്ചത്. കേന്ദ്ര സർക്കാർ പെട്രോളിയം കമ്പനികളെ കയറൂരിവിട്ടിരിക്കുകയാണ്. ഈ രാജ്യത്തെ വ്യാപാരികളോടും പൊതുജനങ്ങളോടും യാതൊരു പ്രതിബദ്ധതയും ഇല്ലാതെ തങ്ങളുടെ ലാഭം മാത്രം ലക്ഷ്യം വെച്ച് പാചകവാതകത്തിന് വില വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. പെട്രോളിയം കമ്പനികൾ അമിതമായി വർദ്ധിപ്പിച്ച പാചകവാതക വില പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് നമ്മൾ ഇന്നിവിടെ കടകൾ അടച്ച് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ ധർണയും മാർച്ചും GPOയ്ക്ക് മുന്നിൽ ധർണയായി നമ്മൾ ഇവിടെ കൂടിയിരിക്കുകയാണ്. അടുത്തതായി നമ്മൾ കാര്യപരിപാടികളിലേക്ക് കടക്കുകയാണ്. സ്വാഗതത്തിനായി ജില്ലാ സെക്രട്ടറി ശ്രീ B. വിജയകുമാർ. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംഘടിപ്പിച്ച ഈ പ്രതിഷേധ മാർച്ച് എല്ലാവരുടെയും അംഗങ്ങളുടെ എല്ലാം സഹകരണം കൊണ്ട് നമ്മൾ GPOയ്ക്ക് മുന്നിൽ എത്തിച്ചേർന്നു. എന്തായാലും ഇത്രയും വലിയൊരു പരിപാടി സംഘടിപ്പിച്ച KHRA അംഗങ്ങൾക്ക് ആദ്യമായി ഞാൻ നന്ദി പറയുന്നു. ഒപ്പം തന്നെ ഇന്നത്തെ പ്രധാന അജണ്ട എന്ന് പറയുന്നത് നമ്മുടെ ഗ്യാസ് വില വർധനവിനെതിരെയുള്ള ഒരു പ്രതിഷേധമാണ്. മെയ് മാസം 1-ാം തീയതി നമുക്ക് കിട്ടിയ ഒരു തിരിച്ചടി, അതായത് ഒറ്റയടിക്ക് 1000 രൂപ വില വർദ്ധിപ്പിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ ഈ വില വർധനവിനെതിരെയാണ് നമ്മുടെ ഈ സമരം. ഇത് നമ്മുടെ അംഗങ്ങൾക്ക് മാത്രമുള്ളതല്ല, പൊതുജനങ്ങൾക്ക് കൂടിയുള്ള ഒരു സൂചനയാണ്. കാരണം വില വർദ്ധിപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ഈ നിലപാടിനെതിരെയാണ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ ഈ പ്രതിഷേധം. കഴിഞ്ഞ 5 മാസം കൊണ്ട് ഗ്യാസിന്റെ വില വർധന ഏകദേശം 1500-ഓളം രൂപയിലും എത്തി. ഇത് പൊതുജനങ്ങൾക്കും അതുപോലെ തന്നെ ഹോട്ടൽ ഉടമകൾക്കും സഹിക്കാനാവാത്ത ഒരു വിലക്കയറ്റമാണ്. ഇതിനെതിരെയാണ് KHRAയുടെ ഈ പ്രതിഷേധം. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ എല്ലാം വില വർദ്ധിപ്പിക്കാമെങ്കിൽ നമ്മുടെ ഈ ഗ്യാസിന് മാത്രമാണ് ഇപ്പോൾ ഈ വില വർധന. എന്തുകൊണ്ടാണ് ഈ ഒരു ഗ്യാസിന് മാത്രം വില വർധന എന്നുള്ളതാണ് മനസ്സിലാകാത്തത്. ഹോട്ടലുകാരെ മൊത്തത്തിൽ അടപ്പിക്കാനുള്ള ഒരു സംവിധാനം കൂടിയാണോ എന്നൊരു സംശയമാണ് ഇന്ന് നമുക്കിവിടെ. കാരണം ഗ്യാസിന്റെ വില മാത്രമേ, കമേഴ്ഷ്യൽ ഗ്യാസിന്റെ വില മാത്രമേ ഇവിടെ ഈ 1450 രൂപ, ഏകദേശം 1500-ഓളം രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതായത് 5 മാസത്തിന് മുമ്പ് 1600 രൂപയിൽ കിടന്ന ഗ്യാസ് ഏകദേശം 90% കൂട്ടി 3100-ഓളം രൂപ എത്തിയിരിക്കുകയാണ്. ഇതിനെതിരെയാണ് KHRA സംഘടിപ്പിച്ച ഈ പ്രതിഷേധം മാർച്ചും ധർണയും. ഇതിലേക്ക് സ്വാഗതം അർപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രധാനമായ കർത്തവ്യം. ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായി നമ്മുടെ ജില്ലാ പ്രസിഡന്റ് B. മധുസൂദനൻ നായരെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ, അതായത് KHRAയുടെ സംസ്ഥാന രക്ഷാധികാരി G. സുധീഷ് കുമാർ അവർകളാണ്. അദ്ദേഹത്തെയും നമ്മുടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
ആശംസകൾ അർപ്പിക്കാനായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയിൽ നിന്ന് ഒ. വിജയൻ, സംസ്ഥാന വ്യാപാരി വ്യവസായി ഏകോപന സമിതി സെക്രട്ടറി ഇവിടെ എത്തിച്ചേരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഉടനെ എത്തിച്ചേരും. അതുപോലെ തന്നെ നമ്മുടെ AKCA കാറ്ററിംഗ് അസോസിയേഷന്റെ ജില്ലാ പ്രസിഡന്റ് ശ്രീ സുനിൽകുമാർ, അദ്ദേഹവും ഇവിടെ എത്തിച്ചേരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉടൻ തന്നെ എത്തിയിട്ടുണ്ട്. അതുപോലെ ഫാസ്റ്റ് ഫുഡ് സമിതി അതിന്റെ ജില്ലാ പ്രസിഡന്റ് രമാപുത്രൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ KHRAയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ വീരഭദ്രൻ, സംസ്ഥാന സെക്രട്ടറി ശ്രീ PS സജീവ് കുമാർ, ജില്ലാ വർക്കിംഗ് പ്രസിഡന്റുമാരായ രാധാകൃഷ്ണൻ, മുഹമ്മദ് നിസാം എന്നിവരെ എല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. യോഗത്തിന് നന്ദി അർപ്പിക്കുന്നതിനായി കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ ജില്ലാ ട്രഷറർ ഇവിടെ എത്തിയിട്ടുണ്ട്. അതിൽ നമ്മുടെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സംസ്ഥാന സെക്രട്ടറി ഒ. വിജയൻ അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നു. ബാക്കി നമുക്ക് കാര്യപരിപാടിയിലേക്ക് കിടക്കാം. നമ്മുടെ അധ്യക്ഷനായി പ്രസിഡന്റായി വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെയും കാറ്ററിംഗ് അസോസിയേഷൻ്റെയും ബേക്കറി അസോസിയേഷൻ്റെയും എൻ്റെ സുഹൃത്തുക്കളെ, വളരെ വല്ലാത്തൊരു കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത്. ഇടുത്തി പോലെയാണ് ഏകദേശം 1000 രൂപ വില വർധന വന്നിട്ടുള്ളത്. 3.5 മാസം കൊണ്ട് 1444 രൂപയാണ് വില വർധന വന്നിരിക്കുന്നത്. ഒരു കാരണവശാലും ചെറുകിട കച്ചവടക്കാർക്ക് താങ്ങില്ല. 1/2 സെന്റ് 1 സെന്റിൽ കച്ചവടം ചെയ്യുന്ന, 1 ഗ്യാസ് 2 ഗ്യാസ് എടുത്ത് കച്ചവടം ചെയ്യുന്നവർക്ക് ബുദ്ധിമുട്ടാണത്. അത് ശക്തമായി തന്നെ ഞങ്ങൾ നേരിടുന്നത്. കേരളത്തിലുടനീളം ഇന്ന് കടകൾ അടച്ചുകൊണ്ട് 24 മണിക്കൂറും കടകൾ അടച്ചുകൊണ്ട് ഈ സമരമുഖത്ത് ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. സമരം എന്തെന്നാൽ ഞങ്ങൾക്കറിയില്ല എന്ത് സമരമാണെന്ന്. കാര്യം ഞങ്ങൾ ഈ സമയത്ത് കടയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. എല്ലാവരും ഒന്നാമത് ഈ ജോലിക്കാരുടെ ക്ഷാമം, ഹോട്ടൽ ഉടമ തന്നെ ഇപ്പം വിളമ്പേണ്ട സ്ഥിതിയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഉറക്കെ പറയുകയാണ്, എത്രയും പെട്ടെന്ന് ഇതിനെ വില കുറയ്ക്കണം. ഇല്ലെങ്കിൽ അനിശ്ചിതകാലത്തേക്ക് ഹോട്ടലുകൾ അടച്ചിടാൻ ഞങ്ങൾ തീരുമാനിക്കും. സംസ്ഥാന നേതൃത്വം തീരുമാനിക്കേണ്ടി വരും. ഒരു മാറ്റവുമില്ലാതെ സർക്കാർ വിചാരിച്ചാൽ 5000 പേർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റാത്ത ഈ സാഹചര്യത്തിൽ ഹോട്ടൽ ഉടമകൾ ഏകദേശം 50 ലക്ഷത്തോളം പേർക്ക് ഇവിടെ തൊഴിൽ കൊടുത്തിരിക്കുകയാണ് കേരളത്തില്. എന്തുകൊണ്ട് നിങ്ങൾ കണ്ണു കൊടുക്കാത്തത്? കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ എന്തുകൊണ്ട് നോക്കാത്തതിന്? അതാണ് ഞാൻ പറയുന്നത്. എത്രയും പെട്ടെന്ന് ഇതിന് വില കുറയ്ക്കുക. ഞാൻ നിർത്തുന്നു, കൂടുതൽ സംസാരിക്കുന്നില്ല. അടുത്ത എല്ലാവരെയും വെയിലത്ത് നിൽക്കുകയാണ്. ജയ് KHRA. വീരഭദ്രൻ, ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് രാധാകൃഷ്ണൻ, ജില്ലാ മുഹമ്മദ് നിസാം, ജില്ലാ ട്രഷറർ, KHRA അംഗങ്ങളെ, സുഹൃത്തുക്കളെ, നാട്ടുകാർ, നിങ്ങൾ സാധാരണ കാണാൻ പറ്റാത്ത ഒരു സമരമാണ് ഇത് കാണുന്നത്. ഒരു ദിവസം 24 മണിക്കൂറെങ്കിൽ 18 മണിക്കൂർ പണി ചെയ്യുന്ന ഒരു വിഭാഗമാണ് ഇത്. ഓരോ സ്ഥാപനത്തിലും ഉദ്ദേശം ഒരു ശരാശരി 10 തൊഴിലാളികളുണ്ട്. KHRA അംഗങ്ങളായിട്ട് മാത്രം സംസ്ഥാനത്ത് 50,000 ആൾക്കാർ, അല്ലാതെ